നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളൊരു സോളാർ പാനൽ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാണ്ടാണ് നിങ്ങളൊരു സോളാർ പാനൽ വാങ്ങിച്ചിരിക്കുന്നത് എങ്കിൽ നല്ല എട്ടിൻ്റെ പണിയായിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ കറണ്ട് ബില്ല് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ പെട്രോൾ ചാർജ് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു സോളാർ പാനൽ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് കറണ്ട് ബില്ലും ഒഴിവാക്കി കിട്ടും, അതുപോലെ തന്നെ നമുക്കൊരു ഇലക്ട്രിക് വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പെട്രോളും അടിക്കേണ്ട. അപ്പോൾ നെയ്യപ്പം തിന്ന രണ്ട് കാര്യം എന്ന് പറഞ്ഞ പോലെ നമ്മൾ നല്ലൊരു സോളാർ പ്രൊജക്റ്റ് നമ്മൾ വീട്ടിലേക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ബെനിഫിറ്റുകളാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ സോളാർ പാനൽ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കുമ്പോൾ ഇപ്പോഴാണെങ്കിൽ KSEB വഴി 3 കിലോവാട്ട് വരെ 40% സബ്സിഡിയോടുകൂടെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഫിറ്റ് ചെയ്യാം. ഇനി 3 കിലോവാട്ടിൻ്റെ മുകളിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 40+20 60% സബ്സിഡിയോടെ നമുക്ക് KSEB തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ KSEB വഴി ആണെങ്കിലും ഇനി അതല്ല നമ്മൾ ഡയറക്റ്റ് ആണെങ്കിലും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളൊരു സോളാർ പാനൽ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കുമ്പോൾ നമ്മളതിൽ ഏറ്റവും വില കൂടിയ ഒരു പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ പാനലുകളാണ്. അപ്പോൾ നമ്മൾ ഈ പാനലുകൾ വാങ്ങിക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ഇപ്പോൾ നമ്മളൊരു ഗോൾഡ് വാങ്ങിക്കാൻ പോവുകയാണെന്ന് വിചാരിക്കുക. നമുക്കറിയാം, നമുക്ക് ഹോൾമാർക്കുള്ള ഗോൾഡ് വാങ്ങിക്കണം എന്നുള്ളത്. കാരണം നമ്മുടെ വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് അത്രയും പ്യൂരിറ്റി ഉണ്ടായിരിക്കണം, അതിൽ മറ്റ് ലോഹങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഇഷ്യൂസുകളോ ഉണ്ടാവരുത്. അതുപോലെ തന്നെ നമ്മളൊരു പാനൽ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ സെൻട്രൽ ഗവൺമെൻറ് ഒരു IEC അല്ലെങ്കിൽ ഒരു BS സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം സർട്ടിഫിക്കേഷൻസ് ഉള്ള പാനലുകൾ തന്നെ നമ്മൾ നോക്കി വാങ്ങിക്കണം. അപ്പോൾ എന്താണ് ഈ സർട്ടിഫിക്കേഷൻസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ സർട്ടിഫിക്കേഷൻസ് പറയുന്നതിന് മുമ്പേ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പാനലുകളെ കുറിച്ചൊന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കിത് മാർക്കറ്റിൽ 3 പാനലുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് 3 കാറ്റഗറി ടൈപ്പ്. 1 മോണോ ക്രിസ്റ്റൽ, 2 പോളി ക്രിസ്റ്റൽ, 3 തിൻ ഫിലിം ടൈപ്പ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ മോണോ ക്രിസ്റ്റൽ. ഈ മോണോ ക്രിസ്റ്റലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന ഒരു പാനലാണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഔട്ട്പുട്ട് ഉണ്ട്, അത് നല്ല എഫിഷ്യൻ്റ് ആണ്, നല്ലൊരു വോൾട്ടേജ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഈ ഒരു പാനൽ ഉപയോഗിക്കുകയാണെങ്കിൽ. പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇത് വളരെ അനുയോജ്യമാണ്. കാരണം ഇത് അത്യാവശ്യം ഒരു മങ്ങിയ വെളിച്ചമുള്ളപ്പോഴും അതുപോലെ തന്നെ നല്ല വെയിലുള്ളപ്പോഴും ഇത് നമുക്ക് ഇന്ന് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുമെന്നാണ് ഈ ഒരു മോണോ ക്രിസ്റ്റലിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റ് രണ്ടേനും കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് വില കൂടുതലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം. ഇനി രണ്ടാമത്തെ പോളി ക്രിസ്റ്റൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ബ്ലൂ കളറിലാണ് വരുന്നത്. പോളി ക്രിസ്റ്റൽ ഇതിന് നല്ല വെയിലുള്ള സമയത്ത് മാത്രമാണ് ഇതിൽ നിന്ന് പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. അതായത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമുക്കറിയാം കുറേ സമയം നമുക്ക് മഴ കിട്ടുന്ന സമയമാണ്. അപ്പോൾ ചെറിയ മങ്ങിയ വെയിലെന്നുള്ള സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച ഒരു ഫലം നമ്മൾ ഈ പോളി ക്രിസ്റ്റൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടില്ല. കമ്പാരിറ്റീവ്ലി വില കുറവാണ്, പക്ഷേ നമുക്ക് ഒരു ഔട്ട്പുട്ട് ഒന്നും വ്യക്തമായ ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ മോണോ ക്രിസ്റ്റൽ തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം. ഇതാണ് ഞാൻ രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, നമ്മൾ IEC സർട്ടിഫിക്കേഷൻ ഉള്ളത് വാങ്ങിക്കണം. രണ്ടാമത്തെ നമ്മൾ മോണോ ക്രിസ്റ്റൽ തന്നെ നോക്കി വാങ്ങണം എന്നാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ തിൻ ഫിലിം ടൈപ്പ്. ഇത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉപയോഗിച്ച് കാണുന്നില്ല, നമ്മുടെ ക്ലൈമറ്റിന് അത്ര സൂട്ടബിൾ അല്ല, അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലൊന്നും ഇത് അങ്ങനെ ഉപയോഗിക്കാത്തത്. അപ്പോൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ്. ഒന്ന്, നമ്മൾ മോണോ ക്രിസ്റ്റൽ തന്നെ സെലക്ട് ചെയ്യുക എന്നുള്ളത്. 2, നമ്മൾ സർട്ടിഫിക്കേഷൻ IEC സർട്ടിഫിക്കേഷനുകൾ നോക്കി തന്നെ വാങ്ങിക്കണം എന്നർത്ഥം. ഇനി ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് IEC 61215. ഈ ഒരു IEC 61215 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 19 തരം മൊഡ്യൂൾ ടെസ്റ്റുകൾ നമ്മുടെ പാനൽ പാസ്സായി വന്നാൽ മാത്രമാണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ നമ്മുടെ പാനലുകൾ കിട്ടുകയുള്ളൂ. അപ്പോൾ എന്താണ് ഈ ഒരു 19 മൊഡ്യൂൾ ടെസ്റ്റുകൾ എന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് വിവരിച്ചു തരാം. നമുക്കറിയാം, നമ്മൾ നമ്മുടെ സോളാർ പാനൽ വാങ്ങിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ മുകളിലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വേനൽക്കാലത്ത് നല്ല വെയിലും മഴക്കാലത്ത് ഫുള്ള് മഴയും അതുപോലെ മഞ്ഞാണെങ്കിൽ ഫുള്ളും മഞ്ഞും, ഇങ്ങനെ എല്ലാ ക്ലൈമറ്റും ഇത് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കണം. അതായത് ഇപ്പോൾ നല്ല വേനലാണെന്ന് വിചാരിക്കുക, ഇപ്പോൾ പാലക്കാടെല്ലാം ആണെന്ന് വിചാരിക്കുക, 40 ഡിഗ്രിയുടെ എല്ലാം മുകളിലാണ് പല സമയത്തും ചൂട് വരുന്നത്. അപ്പോൾ നമ്മളൊരു പാനൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ടെമ്പറേച്ചറിൽ, അതായത് ഒരു 40 ഡിഗ്രി ±5, അതായത് 40 ഡിഗ്രി അങ്ങോട്ടും +5 അല്ലെങ്കിൽ ബാക്കിലോട്ടും. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചറിൽ എല്ലാം തന്നെ ഇത് നമുക്ക് അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു കൊണ്ടേയിരിക്കണം. ഇപ്പോൾ ചില പാനലുകളെല്ലാം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലുള്ള സമയമാണെങ്കിൽ നിങ്ങൾക്ക് വൈദ്യുതി കിട്ടുകയില്ല. കാരണം ഈ ഒരു ക്വാളിറ്റി മീറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിരിക്കില്ല അത്.
അങ്ങനെ പലർക്കും ഈ ഒരു ബുദ്ധിമുട്ടെല്ലാം ഓൾറെഡി അനുഭവിക്കുന്നുണ്ടായിരിക്കാം. കാരണം ഇതൊന്നും നോക്കാതെ വാങ്ങിച്ച മിക്ക ആളുകളും ഈ ഇഷ്യൂസ് എല്ലാം അനുഭവിക്കുന്നുണ്ടായിരിക്കും. നല്ലൊരു വെയിലുള്ള സമയത്ത് വീട്ടിൽ കറണ്ട് വരില്ല, അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ നമ്മൾ ഈ IEC സർട്ടിഫിക്കേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അൾട്രാ വയലറ്റ് റേസിനെല്ലാം പ്രൊട്ടക്ഷൻ ഉള്ള പാനലുകൾ തന്നെ നോക്കി വാങ്ങിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അൾട്രാ വയലറ്റ് റേസ് എല്ലാം വന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പാനലിൽ ഒരു ബേണായി അവിടെ ഒരു ഹോട്ട്സ്പോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു പാനൽ വർക്ക് ചെയ്യില്ല, നമ്മൾ ഉദ്ദേശിച്ച ഒരു ഫലം നമുക്കത് കിട്ടില്ല. ഇനി മഴക്കാലത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നല്ല മഴയാണ്, അപ്പോൾ നമ്മൾ വാട്ടർ പ്രൂഫ് ആയിരിക്കണം. ആ ഒരു തുള്ളി വെള്ളം പോലും ഈ പാനലിൻ്റെ ഉള്ളിൽ കയറാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പലപ്പോഴും ആലിപ്പഴമെല്ലാം വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല വെയിറ്റുള്ള ഒരു ആലിപ്പഴം എല്ലാം വീഴുകയാണെങ്കിൽ നമ്മുടെ പാനൽ ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ക്ലൈമറ്റ് ഇഷ്യൂസുകളിൽ നിന്നെല്ലാം പ്രൊട്ടക്ഷൻ ഉള്ള ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് ഇതെല്ലാം പാസ്സായി വന്നിരിക്കുന്ന ഒരു പാനൽ മാത്രമായി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് സെലക്ട് ചെയ്യാൻ പാടുകയുള്ളൂ. പിന്നെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പല ഇഷ്യൂസും ഉണ്ടായിരിക്കും. ഇതെല്ലാം നമുക്ക് അറിയുന്ന ഇഷ്യൂസാണ്. ഇനി നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പല ഇഷ്യൂ ഇത് മാനുഫാക്ചറിങ് സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഡയോഡുകളും ക്രിസ്റ്റലെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് നാനോ ക്രാക്കോ അല്ലെങ്കിൽ മോണോ ക്രാക്കോ എന്തെങ്കിലും ഇഷ്യൂസുകളോ ഡയോഡ്സിനോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കിങ്ങനെ കണ്ണുകൊണ്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള എല്ലാ ടെസ്റ്റുകളും ഇവരുടെ ലബോറട്ടറിയിൽ ഇവർ ക്രിയേറ്റ് ചെയ്ത് ഇതിലെല്ലാം പാസ്സായി വന്നാൽ മാത്രമാണ് ഈ IEC 61215 എന്നൊരു സർട്ടിഫിക്കേഷൻ ഇവർ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് നമ്മുടെ വീടിൻ്റെ മുകളിൽ വയ്ക്കാം. കാരണം അതിന് നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് സുഖമായിട്ട് വർക്ക് ചെയ്യും. ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ഇനി മാർക്കറ്റിൽ രണ്ട് രീതിയിലുള്ള പാനലുകളാണ് വരുന്നത്. ഒന്ന് മോണോ കട്ട് പാനലും ഒന്ന് ഡബിൾ കട്ട് പാനലും. അപ്പോൾ നമ്മളെപ്പോഴും ഡബിൾ കട്ട് പാനൽ തന്നെ വാങ്ങിക്കണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡബിൾ കട്ട് പാനലിൽ രണ്ട് വശങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു സൈഡിലെ പാനലിന് എന്തെങ്കിലും സംഭവിക്കുകയാണ്, വല്ല ഹോട്ട്സ്പോട്ട് വരിക, എന്തെങ്കിലും ഡാമേജ് ആവുകയാണെങ്കിൽ തന്നെ അതിൻ്റെ മറ്റേ പോർഷൻ വർക്ക് ചെയ്യുകയും അതിൽ നിന്നുള്ള വോൾട്ടേജ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഡബിൾ കട്ട് പാനലുകൾ തന്നെ വാങ്ങിക്കാൻ നോക്കണം. ഇതാണ് ഇതിൻ്റെ നമ്മളൊരു പാനൽ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായ 3 പോയിന്റുകൾ. ഇനി നമുക്കിത് ഇൻസ്റ്റലേഷൻ സമയത്ത് നമുക്കറിയാം ഇത് KSEB നിന്ന് വരുന്ന AC കറണ്ട് പോലെയല്ല, സോളാറിൽ നിന്ന് വരുന്നത് DC കറണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ DC കറണ്ട് ഉപയോഗിക്കുന്ന വയർ, അതായത് സോളാർ പാനലിൽ നിന്നും നമ്മുടെ ഇൻവേർട്ടർ mbpt വരുന്ന വയർ മിനിമം ചെറിയ ദൂരത്താണെങ്കിൽ മിനിമം അതൊരു 4 mm വയർ ഉപയോഗിച്ചിരിക്കണം, അല്ലെങ്കിൽ അതൊരു 6 mm വയർ ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം കൂടുതൽ കറണ്ട് ഒഴുകുമ്പോൾ ഈ വയർ ചൂടാകാനും ഇത് ഹീറ്റായിട്ട് ഡാമേജ് സംഭവിക്കാനും സാധ്യതയുണ്ട്. നമുക്കറിയാം നമ്മുടെ പാനലുകൾ 20-25 കൊല്ലമെല്ലാം വാറണ്ടി തരുന്നുണ്ട് കമ്പനി. അപ്പോൾ ഇൻസ്റ്റലേഷൻ ഫോൾട്ട് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാറണ്ടി കിട്ടുകയില്ല. അപ്പോൾ ഈ ഒരു കാര്യവും നമ്മൾ വളരെയധികം തന്നെ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ mbpt ഇൻവെർട്ടർ സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് ഹൈ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബാറ്ററിയുടെ പൊളാരിറ്റി മാറിക്കഴിഞ്ഞാൽ അതിനുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ അതിൻ്റെ mbpt വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ ലോക്കൽ സർവീസ് അവൈലബിൾ ആണെന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ പാനൽ ഫ്രീക്വൻ്റ് ആയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയാൽ മാത്രമേ ഇത് നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊരു സോളാർ പാനൽ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.